ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ചേലക്കര PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ, MLA UR പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ സ്ലാബ് വർക്കിനായുള്ള കമ്പികെട്ടൽ പ്രവൃത്തി നടന്നുവരികയാണെന്നും ഏപ്രിൽ മാസത്തോടുകൂടി സ്ലാബ് പണി പൂർത്തീകരിച്ച് മെയ് മാസത്തോടുകൂടി പാലത്തിന്റെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നും KRFB എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. ചേലക്കര ബൈപ്പാസ് നിർമ്മാണം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനും കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം പ്രവൃത്തിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ തൃശൂർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടുമുള്ള റവന്യൂ B വകുപ്പിന്റെ ഉത്തരവുകൾ ലഭ്യമായിട്ടുണ്ട്. ഇതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാൻ KRFB എഞ്ചിനീയർ കിഫ്ബി തഹസിൽദാർ എന്നിവരോടും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചിറ്റണ്ട തലശ്ശേരി റോഡ്, തളി ആറങ്ങോട്ടുകര റോഡ്, ചെറുതുരുത്തി പൊന്നാനി റോഡ്, കറുകക്കടവ് റോഡ്, എളനാട് വാണിയമ്പാറ റോഡ്, പുത്തിരിത്തറ റോഡ്, മണലാടി വെട്ടിക്കാട്ടിരി റോഡ് എന്നിവയുടെ പരമാവധി പ്രവൃത്തികൾ മഴക്കാലത്തിനു മുന്നേ ചെയ്തു തീർക്കണമെന്ന് ബന്ധപ്പെട്ട റോഡ്സ് വിഭാഗം എഞ്ചിനീയർമാരോടും MPയും MLAയും നിർദ്ദേശിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പ്രവൃത്തികളും MLA ഫണ്ട് വിനിയോഗിച്ചുള്ള പ്രവൃത്തികളുടെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ T ജയ, റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ വിനീത്, ഹരിപ്രസാദ്, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ, പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത്, KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ അനീമ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ കഴിഞ്ഞ കാലത്തെ ബഡ്ജറ്റ് വർക്കുകൾ, അതുപോലെ തന്നെ MLA വികസന, ആസ്തി വികസന ഫണ്ട്, ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനമാണ് ഇന്ന് MLAയും ഞാനും കൂടി സംയുക്തമായിട്ട് നടത്തിയത്. പ്രധാനമായിട്ടും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അവലോകനമാണ് നടത്തിയത്. അങ്ങനെ അവലോകനം നടത്തി കഴിഞ്ഞപ്പോൾ ഇനി അവശേഷിക്കുന്ന നമ്മുടെ റോഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്ന ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ നിർമ്മാണം നമ്മുടെ ഈ മണ്ഡലത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ റോഡുകളിലെയും പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് നടന്നു വരുന്നത്. അതിലൊന്നോ രണ്ടോ റോഡുകളൊഴികെ ബാക്കി എല്ലാ റോഡുകളിലെയും പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. അവശേഷിക്കുന്ന റോഡുകളിലെ പണി ഏപ്രിൽ അവസാനിക്കുന്നതോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാലങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം. പാലം പ്രധാനമായിട്ടും ഇപ്പോൾ കുത്താമ്പള്ളി മായന്നൂർ പാലമാണ്. ആ പാലത്തിൻ്റെ പണി 95% പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവശേഷിക്കുന്ന പണി ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ പഴമ്പാലക്കോട് റോഡും പാലവും, പാലത്തിൻ്റെ പണി വളരെ ത്വരിതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പ്രപ്പോസൽ ചെയ്തിരിക്കുന്ന ഒരു പാലമാണ് ശാസ്താവിൻ്റെ ഇവിടെ, മുള്ളൂർക്കര പഞ്ചായത്തിൽ വടക്കാഞ്ചേരി ബോർഡറിലേക്ക് പോകുന്ന ശാസ്താവിൻ്റെ അടുത്ത് പാലം. ആ പാലത്തിന് വേണ്ടിയുള്ള നടപടികൾ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ NOC റെയിൽവേയിൽ നിന്ന് കിട്ടണം, അതിന് വേണ്ടിയുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുതുരുത്തി അണ്ടർ പാസേജ്, അവിടെ സ്കൂളുകളിൻ്റെ മുൻപിൽ കുട്ടികൾക്ക് ക്രോസ് ചെയ്യുന്നതിന്, മെയിൻ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് അതിൻ്റെ അണ്ടർ പാസേജിനുള്ള നടപടിയാണ് എടുക്കണം എന്ന് തീരുമാനിച്ച് അതിൻ്റെ നടപടി ഇപ്പോൾ പെട്ടെന്ന് ആരംഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിൽഡിങ്ങുകളിൽ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്ന ബിൽഡിങ്ങുകളിലെ വർക്കുകളിൽ എല്ലാ വർക്കുകളും നമുക്ക് പൂർത്തീകരിക്കാൻ എത്രയും പെട്ടെന്ന് കഴിയണം. പ്രധാനമായിട്ട് സ്കൂളുകളിലെ ബിൽഡിങ്ങാണ്. അപ്പോൾ മിക്കവാറും സ്കൂളുകൾക്കെല്ലാം തന്നെ മെച്ചപ്പെട്ട ഭൗതിക അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നിരവധി വർക്കുകളാണ് ആരംഭിച്ചിരിക്കുന്നത്, പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന
എംപ്ലോയ്മെൻറ്റ് ആൻഡ് കരിയർ ഗൈഡൻസ് സെൻറ്റർ വാഴക്കോട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കുറച്ച് വർക്ക് കൂടി പൂർത്തീകരിക്കാനുണ്ട്. അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരവധി പഞ്ചായത്തുകൾ ആശുപത്രി കെട്ടിടങ്ങളുടെ നിർമ്മാണം പുരോഗതിയിലാണ്. മിക്കവാറും 1-2 മാസം കൊണ്ട് തന്നെ എല്ലാ ആശുപത്രികളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അതുപോലെ അംഗൻവാടികൾ, പല പഞ്ചായത്തുകൾ അംഗൻവാടികളുടെ നിർമ്മാണം അത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വായനശാല കെട്ടിടങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ബിൽഡിംഗ് ആയിട്ടുള്ള അതും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. പിന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ജൽജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ പുരോഗതിയിൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു പ്രയാസമുള്ളത് സാമ്പത്തികമായിട്ട് ചില പ്രയാസമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ട ഏകദേശം 19,000 കോടിയിൽ പരം രൂപ ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമീണ റോഡുകൾ പലതും പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ജൽജീവൻ മിഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ റോഡുകളെല്ലാം പൊളിച്ചത്. അപ്പോൾ അത് പുനരുദ്ധരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ MLA ആസ്തി വികസന ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ, അത് ഇപ്പോൾ മിക്കവാറും ഈ സാമ്പത്തിക വർഷം ഒഴികെയുള്ള ബാക്കി എല്ലാ വർക്കുകളിലെയും പുരോഗതി വിലയിരുത്തുകയുണ്ടായി. ഈ വർഷം ഇനി 5-6 വർക്കുകളിൽ കൂടി AS കിട്ടാണ്ട്, ബാക്കിയെല്ലാം AS കിട്ടി, TS കിട്ടി, ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, ചില വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതും ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരമാവധി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടന്നത്. അപ്പോൾ മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അവശേഷിക്കുന്ന വർക്കുകൾ നമുക്ക് സമയബന്ധമായിട്ട് പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള റിവ്യൂ യോഗമാണ് ഇന്നിവിടെ നടന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ MP പറഞ്ഞപ്പോൾ തന്നെയാണ് ഒരു വർക്കുകളുടെ റിവ്യൂ ആണ് നടത്തിയത്. അദ്ദേഹം കൂടെ പങ്കെടുത്തപ്പോൾ വലിയ സഹായമായത്. ഈ പറഞ്ഞ വർക്കുകളെല്ലാം സമയബന്ധിതമായി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യോഗം നടത്തിയത്. അതോടൊപ്പം തന്നെ അതിനപ്പുറം കൂട്ടിച്ചേർത്ത് പറയാനില്ല, അദ്ദേഹം പറഞ്ഞിട്ട് ഇതിനൊപ്പം തന്നെ 2 ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽ പൊതുജനങ്ങൾ പറഞ്ഞ നിരവധി കാര്യങ്ങൾ അതെല്ലാം കൂടെ ഈ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് വന്നപ്പോൾ അവരോട് ശ്രദ്ധയിൽപ്പെടുത്തി അത്തരം കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഏർപ്പാടും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട് രാജേട്ടൻ പറഞ്ഞത് തന്നെയാണ് വിഷയം. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.